കഴിഞ്ഞ രാത്രിയിൽ പുഴയോര ബൈപ്പാസ് റൂട്ടിൽ തൊടുപുഴയാറ്റിലേക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞ വാഹനം നിശേഷം തകർന്നെങ്കിലും ആളപായമില്ല. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ തൊടുപുഴ പുഴയോര ബൈപ്പാസിൽ ഉണ്ടായ ഒരു അപകടമാണ്. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി സമയം ഏകദേശം 12:30 മണിയോടെയാണ് അപകടം. അപകടം നടന്ന സഹായത്തിന് ആരും എത്തിയില്ലെങ്കിലും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ തനിയെ കയറിയ സംഭവം അത്ഭുതം തന്നെ. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ കാഞ്ഞിരമറ്റം വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണെന്നാണ് അറിവ്. ഏതാണ്ട് 30 ദിവസത്തിനുള്ളിൽ രണ്ടാം പ്രാവശ്യമാണ് ഇതേ സ്പോട്ടിൽ അപകടം നടക്കുന്നത്. വെങ്ങല്ലൂർ തൊടുപുഴ ബൈപ്പാസ് റോഡ് ഒട്ടേറെ വിവാദങ്ങളിൽ നിലനിൽക്കുന്നതാണ്. ഈ റോഡ് പണി തീർന്നെങ്കിലും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ്. റോഡ് അമിത വേഗത്തിൽ വാഹനങ്ങൾ ഏത് സമയത്തും ചീറിപ്പാഞ്ഞു പോകുന്ന റോഡാണ്. റോങ് രീതിയിലാണേലും കുറേയൊക്കെ സ്പീഡ് ബ്രേക്കർ ഉണ്ടെങ്കിലും ഈ വളവ് തിരിഞ്ഞു വരുന്നിടത്ത് കഴിഞ്ഞ ദിവസവും ഒരു ഇന്നോവയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് വളരെ ഗുരുതരമായ ഒരു പരിക്കുണ്ടായതാണ്. അതിനുശേഷവും ഇവിടെ ഒരു സിഗ്നലോ വാഹനങ്ങൾ വേഗത നിയന്ത്രിക്കാനോ ഒരു സംവിധാനം ഇല്ലാണ്ട് പോയി. ഇന്നലെ രാത്രിയിൽ വെങ്ങല്ലൂർ ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്ന കാറാണ് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് 12 മണിക്ക് പുഴയിലേക്ക് പോയ വാഹനമാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ നിന്ന പോസ്റ്റ് പുതിയ സ്ഥാപിച്ച് ഈ പോസ്റ്റാണ് ഇട്ടുകൊണ്ട് അതെ തന്നെ. പോസ്റ്റ് ഇടിച്ചപ്പോൾ വണ്ടിയുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. എന്നിട്ടും ഇതവിടെ പോയാ കിടക്കണത്. ഇതാണ്. എന്നാലും ആൾക്കൊന്നും സംഭവിക്കാത്തത് വളരെ അത്ഭുതമാണ് അല്ലേ? വെള്ളം ഇറന്നു കള്ളറന്ന് പറഞ്ഞു മരിച്ചു ആരും അറിയൂല. രാത്രി 11 മണിക്ക് അങ്ങനെ കയറിമാരെ മുകളിലേക്ക് എനിക്കറിയാം. രാത്രി അതിലെ ശകലം ദുർഘടം പിടിച്ച വഴിയും മാലിന്യങ്ങൾ കൊണ്ട് മൂക്കുപൊത്തി പോകേണ്ട ഒരവസ്ഥയാണ് ഈ തൊടുപുഴയാറിൻ്റെ തീരം. എന്നാലും അപകടം പറ്റിയ വാഹനം പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം എന്നോർത്ത് അല്പം റിസ്ക് പിടിച്ചാണ് ഇത് ചിത്രീകരിച്ചത്. കാറിൻ്റെ ഇടിയുടെ ആഘാതം വ്യക്തമായി കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ച് ഞാൻ താഴേക്കിറങ്ങിയത്. ആ പോസ്റ്റേൽ ഈ വാഹനം ഇടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം പുഴയുടെ നടുക്ക് പോയേനെ. രാത്രി സമയമാണ്. ആഴമേറിയ ശക്തമായ ഒഴുക്കുള്ള ഈ പുഴയിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ആരായാലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. വാഹനം ഓടിച്ചിരുന്നത് ആരായാലും അവരുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ ഭാഗ്യം. വലിയൊരു മരണം നേരിട്ട് അനുഭവിച്ചാണ് രക്ഷപ്പെട്ടത്. ഈ വാഹനം കിടക്കുന്നത് കാണുമ്പോൾ തന്നെ കാണികൾക്ക് തന്നെ പേടിയാവുന്ന രീതിയിലാണ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന് തീ പിടിക്കാത്തത് തന്നെ മഹാത്ഭുതം. പോസ്റ്റിൽ വാഹനം ഇടിച്ചില്ലായിരുന്നെങ്കിൽ പുഴയുടെ നടുക്ക് പോയേനെ. ഒരുവിധം അത്യാവശ്യം നല്ല ഒഴുക്കുള്ളതാണ്. കാറൊക്കെ ഈസിയായിട്ട് താഴേക്ക് ഒഴുകിപ്പോകേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിരുന്നേനെ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നവർ ഡോറ് തുറന്ന് വെളിയിൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും വലിയൊരു ദുരന്തം നമുക്ക് ഒഴിവായി എന്ന് പറയാം. നമ്മുടെ പാപ്പുട്ടികൾ കഴിഞ്ഞ് ചെല്ലുമ്പോഴുള്ള കൊടും വളവാണിത്. ഈ വളവെങ്കിൽ തന്നെയാണ് സ്ഥിരം അപകടവും ഉണ്ടാവുന്നത്. വീണ്ടും പുഴയോര ബൈപ്പാസിൽ അപകടം സാധ്യതയുണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ അപകട സിഗ്നല് മാർക്ക് വെച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തുനിന്നും വരുന്ന വാഹനം ഒരേ പോയിന്റിലേക്കാണ് എത്തുന്നത്. ഇത് സൈഡ് മാറിയാണ് വെച്ചിരിക്കുന്നത്. ഇതപ്പുറയും മറ്റേത് ഇപ്പുറത്തും വെക്കുകയാണെങ്കിലാണ് ട്രാഫിക് നിയമം അനുസരിച്ച് അത് കറക്റ്റ് ആവുകയുള്ളൂ. മാസങ്ങളായി ഇത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പോലീസുകാരോട് ഇത് ചോദിച്ചപ്പം പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ ഇഷ്ടപ്രകാരം വെച്ചേക്കണതാണെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ലായ്മ രീതിയിലാണ് തൊടുപുഴ ട്രാഫിക് പോലീസ് ഭാഗത്തു നിന്നുമുള്ള തീരുമാനങ്ങൾ. ഈ ബൈപ്പാസ് റോഡിൽ 4 ഇതോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിരിക്കുന്നത്. 4 തെറ്റായ രീതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. വാഹനങ്ങളെല്ലാം ഒരേ ദിശയിൽ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മുട്ടുന്ന രീതിയിലാണ്. ഇത് വളരെ അപകടം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അതോറിറ്റി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പോലീസ് വണ്ടിയാണ് ഇതിൽ പോകുന്നത്.
ബഹുമാനപ്പെട്ട പോലീസുകാരോട് ചോദിക്കായിരുന്നു ഇത് ശരിയാണോ ഇല്ലയെന്ന്. അതുപോലെ തന്നെ മൂവാറ്റുപുഴ പുനലൂർ റോഡിലേക്കാണ് ആ റോഡ് വന്ന് സംഗമിക്കുന്നത്. ഈ സംഗമിക്കുന്ന സ്ഥലത്തും അപകട സിഗ്നലായിട്ടോ അപകടങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ടോ ഒരു ബോർഡുമില്ലാതെയാണ്. സീബ്ര ലൈൻ വരെ ഇവിടെ ഇല്ല. അത്ത സ്ഥിതിയിലേക്കാണ് നമ്മുടെ വാഹനങ്ങൾ ഇരച്ചു പോവുകയും വരികയും 24 മണിക്കൂറും ഏതാണ്ട് വാഹനങ്ങൾ തിരക്കായി പോകുന്ന തൊടുപുഴയിലെ പ്രധാന നഗരത്തിൻ്റെ സെൻട്രൽ ഭാഗമാണിത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.